ബ്ലോർ വെച്ച് വാഷ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ഒരു റേറ്റ് മുടക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ബാക്കിയുള്ളതൊക്കെ തമാശ പറയുമെങ്കിൽ പോലും ഇത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നമ്മുടെ ബോഡി വാഷ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് MG. ഒരുപാട് നാളായിട്ട് എന്നോട് പലരും കമൻസിലും നേരിട്ടും ഒക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് എൻജിൻ റൂം വാഷിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എൻജിൻ റൂം വാഷിങ്ങിനെ കുറിച്ചാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സെലീറിയോ കുഞ്ഞ് കുറച്ച് ഒരു എന്നാ പറയുക പുച്ഛഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ പുച്ഛഭാവം, ഈ താഴത്തെ പോർഷൻ കാണുമ്പോഴത്തേക്കും അറിയാം. അതിൻ്റെ താഴത്തെ ബമ്പറിൽ ഇപ്പോൾ കുറച്ചൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹിറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു കല്ല് ഞാൻ ശ്രദ്ധിച്ചില്ല, അതിന് മേലോട്ടൊന്ന് ചാടി കയറിയത്. അങ്ങനെ പാവം എൻ്റെ സെലീറിയുടെ ബമ്പറിൽ ഇപ്പോൾ കുറച്ചൊന്ന് കയറിപ്പോയി. കുഴപ്പമില്ല, 3 സ്ക്രൂ പോയെന്നേ ഉള്ളൂ, അത് സെറ്റ് ചെയ്ത് കൊടുക്കാത്തേ ഉള്ളൂ. അപ്പം അവനെ ഒന്ന് ഹാപ്പി ആക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും നമ്മൾ പറഞ്ഞൊരു കാര്യത്തിലോട്ട് വരാം. നമ്മുടെ എൻജിൻ റൂം വാഷിങ്ങിനെ കുറിച്ചാണ്. പലരുടെയും മനസ്സിലുള്ളൊരു വലിയൊരു സംശയമാണ്, എൻജിൻ റൂം വാഷ് ചെയ്യാൻ സാധിക്കുമോ? അതായത് വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഇതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിന് പ്രോബ്ലം വരത്തില്ലേ? ECM വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമല്ലേ എന്ന് പലരും എന്നോട് ചോദിക്കും. എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, എൻജിൻ റൂം വാഷ് ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വെള്ളം ചുമ്മാ അടിച്ചു വിട്ട് വെറുതെ കഴുകും, അല്ലെങ്കിൽ ചുമ്മാ വെള്ളം ഒന്ന് അടിച്ചു വിട്ടേച്ചും പോകുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസേഴ്സിലും കാര്യങ്ങളിലും എല്ലാം വെള്ളം കയറിയിരുന്ന് അത് മുമ്പോട്ട് പ്രശ്നങ്ങളുണ്ടാകും, ക്ലാവ് ഉണ്ടാവും, അങ്ങനെ പിന്നെ കറണ്ട് വരാതെ വരും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കുമോ? ഷുവറായിട്ടും വാഷ് ചെയ്യാൻ സാധിക്കും. 2-3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Expert. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം ഈ കാണിക്കുന്ന കാർച്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈ പ്രഷർ ഗണ്ണാണ് വരുന്നത്. അതായത് നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യാനും അത്യാവശ്യം ചെറിയ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു ചെറിയ യൂണിറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിന് മേളിലായി ഞാൻ ഈ ഒരു യൂണിറ്റ് മേടിച്ചിട്ട്. ഞാൻ ഇത് വെച്ചാണ് നമ്മുടെ സെലീറിയോ ഒക്കെ വാഷ് ചെയ്തുകൊണ്ട്, സെലീറിയും ബൈക്കും സ്കൂട്ടറും എല്ലാം വാഷ് ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമില്ലെന്നാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. അതായത് ഏകദേശം 9,000 രൂപ സംതിങ് എങ്ങാണ്ട് ഇതിന് റേറ്റ് വരുന്നതാണ്. അപ്പം ആ ഒരു റേറ്റ് മുടക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും വാഹനം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനം നമ്മുടെ ബ്ലോർ വെച്ച് വാഷ് ചെയ്യാൻ സാധിക്കും. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നും, ഇനി ഇതിലെങ്ങാനും വെള്ളം കയറ്റി ഹൈ പ്രഷർ ചീറ്റിച്ച് വിട്ട് അപ്പോൾ അന്നേരം ഈ മോട്ടർ കംപ്ലൈൻ്റ് ആവത്തില്ലേ? സ്വാഭാവികം, ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ബ്ലോർ വെച്ച്, അതായത് ഈ ബ്ലോറിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1440 രൂപ സംതിങ് ആണ്. ഞാൻ ഇതിലൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ഇട്ടേക്കാം. അത് കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എന്താണ് ഈ സാധനം, ഇത് അഴിച്ചുമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പോകുന്ന, ഇത് വെച്ച് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത് എൻജിൻ റൂം മാത്രമല്ല, നമ്മുടെ വാഹനം വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ വാഷിങ് ഞാൻ പണ്ടൊരു തവണ കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം ഇതിനകത്ത് കാണിച്ചേക്കാം. അതിൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ബ്ലോർ നമുക്ക് മെയിൻ ഐറ്റമാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ എൻജിൻ റൂം കഴുകുന്നതെന്നും കൂടി ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ബ്ലോർ ഇട്ട് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പിള്ളേർ, അല്ലെങ്കിൽ അധികം പ്രായം കുറഞ്ഞ ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഷോക്ക് അടിക്കുമെന്നല്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം കറണ്ട് യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഈ ബ്ലോർ വർക്ക് ചെയ്യുന്ന കറണ്ട് യൂസ് ചെയ്താണ്. അതൊരു സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ ബാക്കിയുള്ളതൊക്കെ തമാശ പറയുമെങ്കിൽ പോലും ഇത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യരുത്. കാരണം എൻ്റെ വീഡിയോസ് ഒരുപാട് പിള്ളേർ കാണുമെന്ന് എനിക്കറിയാം. അവർ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം അവരൊക്കെ എനിക്ക് മെസ്സേജ് വിടാറുണ്ട്, കമൻസും ചെയ്യാറുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. അവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ല. കാരണം പിള്ളേരിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്, അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം അവരും നാളെ ഇതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ ചിന്തിച്ചോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തെറ്റുകളിൽ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം എല്ലാവരും ശരി തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. ഈ ഒരു കാര്യം ബ്ലോർ ഞാൻ തൽക്കാലം ഒന്ന് ഇങ്ങോട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹോസിങ് എടുക്കുന്നു, വെള്ളം കൊണ്ടൊന്ന് തുറക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാവർക്കും കാണിച്ചത് ഇങ്ങനെ ചുമ്മാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഷറില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹോസിലോട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് നല്ല പ്രഷറിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നല്ല പ്രഷറിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ സാധിക്കും ഈ ഒരു മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ വെള്ളം ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ബോണറ്റിൻ്റെ പോർഷനിലെല്ലാം പറ്റിയൊന്ന് കൺഫേം ആക്കുക. ഇനി സോപ്പ് ഇടുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാനിനിപ്പം കുറച്ചൊരു സോപ്പി സൊല്യൂഷൻ, അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് സോപ്പൊന്ന് സെറ്റ് ചെയ്ത്
ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിനകത്താണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മൊത്തം ഞാനൊന്ന് വെള്ളം ഒന്ന് നന്നായിട്ട് ഈ സ്പോഞ്ച് അല്ല ഈ ഒരു ക്ലോത്ത് വെച്ച് ഞാനിവിടെ എല്ലാം ഒന്ന് സോപ്പാക്കുകയാണ്. കാരണം പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടതെല്ലാം പൊക്കോളും. ഫുള്ള് എല്ലാം പോർഷനിലും നമ്മളിത് എത്തിക്കണം. ചെളി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പോകാൻ വേണ്ടും നല്ല വൃത്തിയായിട്ട്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ പുറമേ നോക്കുന്ന പോലെ തന്നെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാലും കാണണം. കാരണം പലരും ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ തോന്നത്തില്ല, അതുപോലെ വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ മാത്രം നല്ല വൃത്തിയായിട്ട് കണ്ടോ, സൈഡും എല്ലാം പോർഷൻസും നമ്മുടെ ഈ തുണി എത്തിയെന്ന് ഉള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ ഗിയർ ബോക്സിൻ്റെ മേളിലും എല്ലാം ഏകദേശം ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് ചെയ്ത് പോകുന്ന ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം അതെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ഞാനത് തിരിച്ചൊന്നുകൊണ്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് നമ്മൾ സാധാരണ വെള്ളം അടിക്കുകയാണെങ്കിൽ ഇതുപോലെ വരുന്നതും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും എത്തുകയും ചെയ്യും. ഇനിയാണ് നമ്മുടെ പരിപാടി. അതായത് ഇത് ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എയർ അടിച്ച് ക്ലീൻ ചെയ്യണം. അത് അന്നേരം തന്നെ കുറേ നേരം കഴിഞ്ഞല്ല. ഞാൻ പറഞ്ഞ പോലെ ഓരോ കപ്ലേഴ്സും നമുക്ക് ഈ കാണുന്ന പോലെ ഓരോ കപ്ലറും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം പോർഷനിലും വെള്ളം പോയി എന്ന് ഉറപ്പ് വരുത്തണം. ബ്ലോർ ഒരു 5 മിനിറ്റ് കൂടുതൽ അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എയർ അടിച്ച് ഇത് ഫുള്ള് ക്ലീൻ ആയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അധികം വെള്ളത്തിൻ്റെ പ്രസൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ചെറിയ രീതിക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, എന്നാലും അതും കൂടെ കളയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മുടെ എൻജിൻ റൂം ഇപ്പം നല്ല നീറ്റായിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒരു അംശം പോലുമില്ല. എല്ലാം നമ്മൾ ഈ ബ്ലോർ വെച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വാഷിങ്ങിന് മാത്രമല്ല, ക്ലിയർ ചെയ്യാൻ വേണ്ട, അതായത് വെള്ളം ഫുള്ള് കളയാൻ വേണ്ട. മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ അടിച്ച് ഉണക്കാം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള പർപ്പസ്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രഷർ വാഷിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെ. പക്ഷേ അത്രയും പ്രഷർ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. എന്നാൽ പ്രഷറുണ്ട്. കാരണം എല്ലാ പോർഷനിലുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ഗണ്ണടിച്ചുകൊണ്ട് വെള്ളം ചീറ്റിച്ച് ഗണ്ണടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഷറിൽ നമുക്ക്, അതായത് എയറിൻ്റെ പ്രഷറിൽ വെള്ളം പെട്ടെന്ന് ചെന്ന് കുറേയൊക്കെ അവിടുത്തെ ചെളി പോകാൻ സാധിക്കുന്നുണ്ട്. അത് ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരു കാർ വാഷർ മേടിക്കാൻ ഇത്രയും സാമ്പത്തികം മുടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു യൂണിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് തന്നെ നമ്മുടെ വാഹനം വാഷ് ചെയ്യാൻ സാധിക്കും. കാരണം ഞാനത് ചെയ്തിപ്പോൾ കാണിച്ചു തന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് എല്ലാം ഫുള്ളായിട്ട് ഇപ്പോൾ ഉണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വാഷ് ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ബോഡി വാഷ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണ്, വാഹനം എടുത്താൽ ഇതുപോലെ നമ്മൾ വാഹനത്തിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിക്കും. പക്ഷേ ഇങ്ങനെ ചുമ്മാ വെള്ളം ഒഴിച്ച് തുണി കൊണ്ട് തുടയ്ക്കുന്നതിന് പകരം, അല്ലെങ്കിൽ സോപ്പ് ഇടുന്നതിന് പകരം ആദ്യം വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടി നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ചുമ്മാ ഒന്നതേ കണ്ടോ, വെറുതെ ഒന്ന്, അധികം ഹാർഡായിട്ട് വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തൂത്തൊന്ന് വിട്ടേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട്, ഇത് കണ്ടോ, ക്ലോത്ത് കൊണ്ടല്ല കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ച് വിടുക. ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ക്ലോത്തിനെ കഴിഞ്ഞും, കാരണം അതുപോലെ ഞാൻ വാഹനം നോക്കുന്നുള്ളതുകൊണ്ട് ഞാനിത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചുമ്മാ തുടച്ച് വിടുകയാണ്. അപ്പം നമ്മളിങ്ങനെ കൈകൊണ്ട് തുടയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ, ക്ലോത്തിനകത്ത് ചെറിയ രീതിക്ക് ഈ മണ്ണോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കുമ്പോൾ ഈ മണ്ണ് തന്നെ പിന്നെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, അതായത് ഞാൻ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലോത്ത് കൊണ്ട് കഴുകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഓടിച്ച് വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്ലോത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളം എടുത്ത് ഷാമ്പൂ മിക്സ് ചെയ്ത്, അതായത് പുതിയ ക്ലോത്ത് ആയിരിക്കണം, നമ്മൾ ഒരിക്കലും ഇതിനകത്ത് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്ത് വെച്ച് എടുക്കരുത്. എടുത്തതിന് ശേഷം നമ്മളിത് റൗണ്ടായിട്ട്, അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തുള്ള അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പൊക്കോളും. സ്ക്രാച്ചസ് ഒഴിവാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വാഹനത്തിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ വരത്തില്ല. അപ്പോൾ ഇതുപോലെ ഫുൾ ബോഡി ഞാൻ പെട്ടെന്നൊന്ന് വാഷ് ചെയ്യട്ടെ. പറഞ്ഞതുപോലെ നമ്മുടെ പൈപ്പ് യൂസ് ചെയ്ത് സാധാ ബ്ലോർ വെച്ചോ, അല്ലെങ്കിൽ ഈ ഒരു ഹൈ പ്രഷർ ഗണ്ണ് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇത് ഫുള്ള് ഞാൻ ചെയ്യുന്നത് ആദ്യം
ആ സാധാ ഹോസ് വെച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് കൈ കൊണ്ടെല്ലാം ചെളിയും കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എൻജിൻ റൂം വാഷ് ചെയ്യാൻ ഈ ഒരു ഗണ്ണ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല, ചെളിയും കാര്യങ്ങളൊക്കെ പൊക്കോളും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ അതിനകത്തോട്ടൊന്നും വെള്ളം അടിച്ച് കയറ്റില്ല. അല്ലാതെ ചുമ്മാ മേളിൽ കൂടെ പെട്ടെന്നൊന്ന് പറപ്പിച്ച് സോപ്പിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ വാഷ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും വരാനില്ല. അപ്പോൾ നമുക്കിതുപോലെ അണ്ടർ ബോഡിയൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ ആ ചെളിയാണ് ആ താഴെ കിടക്കുന്നത്. അതായത് ഞാൻ അത്യാവശ്യം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്ത ജസ്റ്റ് ഒന്ന് കാണുക. അണ്ടർ ബോഡിയൊക്കെ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ കുനിഞ്ഞ് നമുക്ക് പ്രഷർ യൂസ് ചെയ്ത് ഈ പ്രഷർ ഗൺ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് ബ്ലോർ വെച്ച് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പക്ഷേ കുറച്ച് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ ഇത്രയും ഒരു പ്രഷർ കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ഒരു നമുക്ക് വേണ്ട ഒരു ആംഗിൾ, അതായത് അടിഭാഗത്തോട്ട് കുറേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൈപ്പിന് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് അത് സാധിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാൽ ഇത് യൂസ് ചെയ്യാനും സാധിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഈ ഒരു വാഷിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്കിനി കുറേ പരിപാടി കിടക്കുന്നുള്ളൂ. ഞാൻ വാഷ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും മിനിമം പോകും. അപ്പോൾ ഞാൻ അത്ര നീട്ടുന്നില്ല, ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. ഇതിൻ്റെ ഫുൾ വീഡിയോ, വാഷിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചോളാം. നമുക്ക് ഈ ഒരു ബ്ലോർ കൊണ്ട് വേറെ അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാഷിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം ഇരിക്കും, നമുക്ക് തുടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഇതിനകത്തോട്ട് കൈ ഇറങ്ങാനൊക്കെ പാടാം. അന്നേരം ഈ ബ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല സുഖമായിട്ട് പോകും. അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കൈ എത്താത്ത ഭാഗത്തെല്ലാം നമുക്ക് ഈ ബ്ലോർ യൂസ് ചെയ്ത് തന്നെ എയറടിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള നമ്മൾ തുടച്ച് തന്നെ എടുക്കണം. എയറടിച്ച് കളഞ്ഞാൽ എങ്ങനെ ഇപ്പം എയറടിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഈ സൈഡിലൊക്കെ ഉള്ള വെള്ളം എയറടിച്ച് കളഞ്ഞാൽ പകുതി ഉണങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പോർഷനിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത്.